നമസ്കാരം. ഞാൻ രവി നമ്പ്രം, ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ഇപ്പോൾ മയ്യിൽ ചിലമ്പുലി കലാവിദ്യാലയത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. ലോകത്തിലെ ഏതാണ്ട് 100-130ഓളം രാജ്യങ്ങളിൽ സംഗീതപ്രേമികൾ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ സംഗീതം പെരുമഴയാക്കി മാറ്റുന്ന ഒരു ദിവസം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏതു പാട്ടും അന്യർക്ക് പ്രയാസമുണ്ടാകാത്ത തരത്തിൽ എവിടെയും പാടാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ദിവസം. സംഗീത പ്രപഞ്ചത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതാണ് സംഗീത ദിനം. അതെ, ഗാനപ്രപഞ്ചത്തിൽ ആഗോള നക്ഷത്രങ്ങളായി വിളങ്ങിയ സംഗീത വിദ്വാൻമാരെയും സംഗീതപ്രേമികളെയും ഓർത്തും ആദരിച്ചും, ഒപ്പം സംഗീതത്തിൻ്റെ ഉൾധാരയായ മാനവികതയും സ്നേഹനിർജ്ജരിയും സമൂഹത്തിൽ പരന്നൊഴുകാനുള്ള അവസരങ്ങൾ തീർക്കാനുമായി ഒരു ദിവസം. അതെ, മഴയുടെ നേർമ പോലെ, മഞ്ഞിൻ്റെ കുളിർമ പോലെ, സായാഹ്ന സൂര്യൻ്റെ അരുണിമ പോലെ ലോകമെങ്ങും സംഗീതസാഗരം ഒഴുകിപ്പരക്കുന്ന ഒരു ദിവസം. അതാണ് വേൾഡ് മ്യൂസിക് ഡേ. അതാണ് ഈ സംഗീത ദിനത്തിൻ്റെ ലക്ഷ്യവും. നമുക്കറിയാം, 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയൻ ആണ് ഇത്തരം ഒരാശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതത്ര പെട്ടെന്ന് പ്രാബല്യത്തിൽ വന്നില്ല. ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ ഒരു പുതിയ തുടക്കം കുറിച്ചു. ഫെറ്റേ ഡേ ല മ്യൂസിക് എന്ന പേരിൽ 1982 ഫ്രാൻസിലെ ഭരണകൂടം, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആവിഷ്കരിച്ച ഒരു ഔദ്യോഗിക സംഘാടനമാണ് മ്യൂസിക് ഡേ ആയി രൂപപ്പെട്ടത്. തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ തണലിൽ ലോകത്താകമാനം മ്യൂസിക് ഡേ ആയി ഇത് ആചരിക്കാൻ തുടങ്ങി. ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ സമയമില്ല. 1-2 കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കട്ടെ. മാനവ മനസ്സുകളെ അല്ല, അതിനപ്പുറം മിണ്ടാപ്രാണികളെ അടക്കം സമ്യക്കാക്കുന്ന, ആനന്ദ ചിത്തരാക്കുന്ന, ആഹ്ലാദഭരിതമാക്കുന്ന, അതാണ് സമ്യക്കാക്കുന്ന ഗീതത്തെ ആണല്ലോ സംഗീതം എന്ന് പറയുന്നത്. പടുപാട്ടു പാടാത്ത കഴുതയൊന്നില്ല എന്നൊരു ചൊല്ല്, അതൊരു നെഗറ്റീവ് വാക്യമായി തോന്നാമെങ്കിലും അതിലെ പോസിറ്റീവ് പൊരുൾ പോലെ സംഗീതത്തിൻ്റെ മഹിമ നാം അനുഭവിക്കുന്നവരാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. കാരണം സംഗീതം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, അഥവാ സംഗീതം പ്രകൃതിയുടെ താളമാണ്. നോക്കൂ, തിരമാലകളിലെ ഈണം, ഇലകളുടെ താളം, മഴയുടെ രാഗം, പുഴകളുടെ ചരണം, പക്ഷികളുടെ പല്ലവി, ഇങ്ങനെ സകലത്തിലും സർവ്വതിലും തുടികൊട്ടുന്ന ഒരു പ്രതിഭാസമാണ് സംഗീതം എന്ന് കാണാം. ഇവിടെയൊക്കെ അതിൻ്റെ ശാസ്ത്രീയത ചിന്തിച്ചാൽ, വായുസഞ്ചാരത്തിലെ കമ്പന തരംഗങ്ങളുടെ വ്യതിയാനമനുസരിച്ച് നമുക്ക് ഗോചരമാകുന്ന ശബ്ദാനുഭവം, ആ ശബ്ദാനുഭവങ്ങളെ നിയത സമയക്രമത്തിൽ അനുയോജ്യമായ ഏറ്റക്കുറച്ചിലിൽ ഒഴുകിപ്പരക്കുമ്പോഴാണ് സമ്യക്കായ ആനന്ദകരമായ നാദമായി മാറുന്നത്. അതിൽ ശ്രുതിയും താളവും ഈണവുമുള്ള സംഗീതമായി മാറുന്നത് എന്നും, അതിൻ്റെ വികാസമാണ്, അതിൻ്റെ വൈവിധ്യമാണ് വ്യത്യസ്തമായ സംഗീതങ്ങളെന്നും കാണാവുന്നതാണ്. അങ്ങനെ വികാസം പ്രാപിച്ച സംഗീതം നാം മനസ്സിലാക്കിയതുപോലെ പ്രധാനമായി 2 വിധമാണ്: വാമൊഴി സംഗീതവും ഉപകരണ സംഗീതവും. മനുഷ്യർ അവൻ്റെ
സ്വനപേടക തന്തുക്കളെ നിയതക്രമത്തിൽ പ്രബലപ്പെടുത്തി പാടുന്ന വാമൊഴി സംഗീതവും ഒപ്പം പ്രകൃതിലഭ്യവും മനുഷ്യനിർമ്മിതവുമായ ഉപകരണങ്ങളിലൂടെ ആലപിക്കുന്ന ഉപകരണ സംഗീതവും. ഇവിടെയും നമുക്ക് തരംതിരിവുകൾ കാണാവുന്നതാണ്. കിഴക്കൻ സംഗീതമെന്നും പാശ്ചാത്യ സംഗീതമെന്നും തരംതിരിച്ചു പറയാറുണ്ട്. അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച രാഗതാള ലയ വിന്യാസങ്ങളുടെ ക്രമവൈവിധ്യമനുസരിച്ച് സംഗീത വിഭാഗങ്ങളെ ക്ലാസിക്കൽ എന്നും ക്ലാസിക്കലിൽ തന്നെ വെസ്റ്റേൺ, അതുപോലെ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി എന്നും ഒപ്പം പോപ്പ്, ജാസ്, റാപ്പ്, ഇൻസ്ട്രുമെൻ്റൽ തുടങ്ങി പല പേരുകളിൽ തരംതിരിച്ചതായി കാണാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സംഗീതം ഉന്മേഷത്തിനാണ്, സംഗീതം മനഃശാന്തിക്കാണ്, അത് ദുഃഖമകറ്റാനാണ്. പോരാ, സംഗീതം ആത്മാവിനെ തൊട്ടുണർത്താനാണ്. ഒപ്പം സംഗീതമെന്നത് പ്രണയം വിടർത്താനാണ്. തീർന്നില്ല, സംഗീതം മനുഷ്യ മനസ്സിൽ, സമൂഹത്തിൽ ആർദ്രതയും ആനന്ദവും പ്രദാനം ചെയ്യാനാണ്. അതാണ് സംഗീതം, അതിനാണ് സംഗീതം. സർവോപരി സംഗീതം എന്നത് സ്നേഹത്തിൻ്റെ, മാനവികതയുടെ ആഗോള ഭാഷയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇരുണ്ട മനസ്സിൽ നിലാവ് പൊഴിക്കുന്ന ഒരു മാസ്മരിക പ്രഭ, അതാണ് സംഗീതം. അതിനെ പോഷിപ്പിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് സംഗീത ദിനം. എല്ലാവർക്കും സംഗീത ദിന ആശംസകളോടെ നന്ദി.